ഇംഗ്ലീഷ് വിത്ത് എസ് എന്ന ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. കൺജങ്ഷൻസിലെ കോർഡിനേറ്റിംഗ് കൺജങ്ഷൻസിനെ കുറിച്ചാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. ഇന്ന് ഒരു 3 എക്സാമ്പിൾ കൂടി ഈ ക്ലാസ്സിൽ പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾക്ക് വേണ്ടി പരിചയപ്പെടുത്തും. വരും നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. കോർഡിനേറ്റിംഗ് കൺജങ്ഷൻസ് ഉപയോഗിക്കുന്നതിലേക്കുള്ള 3 സെന്റൻസുകളാണ് ഞാൻ ഇന്ന് ഇവിടെ പരിചയപ്പെടുത്തുന്നു. ഒന്ന്, he was late. He could not attend the seminar. ഈ 2 സെന്റൻസുകളെ നമുക്ക് ഒറ്റ സെന്റൻസ് ആക്കി മാറ്റണം. അവൻ ലേറ്റ് ആയിരുന്നു, അതുകൊണ്ട് സെമിനാറിൽ അറ്റൻഡ് ചെയ്യാൻ കഴിഞ്ഞില്ല. നമുക്ക് ഏത് കോർഡിനേറ്റിംഗ് കൺജങ്ഷൻ ആണ് ഇവിടെ ഉപയോഗിക്കാൻ കഴിയുക? ഫസ്റ്റ് ക്ലാസ്സിൽ ആ കോർഡിനേറ്റിംഗ് കൺജങ്ഷൻസ് ഏതൊക്കെയെന്ന് അന്ന് പറഞ്ഞു തന്നിരുന്നു. നമുക്കിവിടെ therefore എന്ന കോർഡിനേറ്റിംഗ് കൺജങ്ഷൻ ഉപയോഗിക്കാം. He was late. He was late. ഇവിടെ കോമ കൊടുക്കുക. Therefore he was late. Therefore he could not attend. He could not attend the seminar. കണ്ടല്ലോ. അപ്പോൾ ഇവിടെ he was late, he could not attend the seminar എന്ന ഈ 2 സെന്റൻസുകളെ therefore എന്ന കോർഡിനേറ്റിംഗ് കൺജങ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് ഒറ്റ സെന്റൻസ് ആക്കി മാറ്റി. എന്താണ് therefore? അതുകൊണ്ട് എന്നാണ് അതിന്റെ അർത്ഥം. താമസിച്ചു പോയത് കൊണ്ട് സെമിനാറിൽ പങ്കെടുക്കാൻ സാധിച്ചില്ല. therefore എന്ന കോർഡിനേറ്റിംഗ് കൺജങ്ഷൻ ആണ് ഇവിടെ ഉപയോഗിച്ചത്. അടുത്തൊരു സെന്റൻസ് എന്താണ്? I gave her my life. She could not love me. ഞാൻ അവൾക്ക് എൻ്റെ ജീവൻ കൊടുത്തു, എന്നിട്ടും അവൾ എന്നെ ലവ് ചെയ്തില്ല. നമ്മൾ ആളുകളെ സ്നേഹിക്കാറുണ്ട്. ഈ 2 സെന്റൻസുകളെ യോജിപ്പിക്കുമ്പോൾ ഉപയോഗിക്കേണ്ട കോർഡിനേറ്റിംഗ് കൺജങ്ഷൻ എന്നിട്ടും എന്നർത്ഥം വരുന്ന കോർഡിനേറ്റിംഗ് കൺജങ്ഷൻ ഉപയോഗിക്കണം. അത് ഏതാണ് നോക്കൂ, നമുക്ക് പരിചയപ്പെടാം. I gave her my life, yet എന്ന കോർഡിനേറ്റിംഗ് കൺജങ്ഷൻ ഉപയോഗിക്കാം. ഏതാ ഉപയോഗിക്കാം? yet. she could not love me. She could not love me. കണ്ടോ? അപ്പോൾ ഞാൻ അവൾക്ക് എൻ്റെ ലൈഫ് നൽകി, എൻ്റെ ജീവൻ നൽകി, എന്നിട്ടും she could not love me. അവൾ എന്നെ ലവ് ചെയ്തില്ല. അടുത്തെന്താ? അടുത്തൊരു സെന്റൻസ്. I wrote the exam very well. I got the first rank. ഞാൻ പരീക്ഷ നന്നായി എഴുതി, എനിക്ക് ഫസ്റ്റ് റാങ്ക് കിട്ടി. ഇവിടെയും അതുകൊണ്ട് എന്ന അർത്ഥത്തിൽ നേരത്തെ ഇവിടെ ഉപയോഗിച്ചതുപോലെ therefore ആ അർത്ഥമാണ് ഇവിടെ വരുന്നത്. ഇവിടെ നമുക്ക് അതിന് പകരം മറ്റൊരു കോർഡിനേറ്റിംഗ് കൺജങ്ഷൻ ഉപയോഗിക്കാം. സോ എന്ന കോർഡിനേറ്റിംഗ് കൺജങ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് ഈ സെന്റൻസുകളെ ഒരുമിപ്പിക്കാം. ആൻസർ എന്താ? I wrote the exam. I wrote the exam very well. I wrote the exam very well. So I got the first rank. കണ്ടല്ലോ. അപ്പൊ ഇവിടെ നമ്മൾ സോ എന്ന കോർഡിനേറ്റിംഗ് കൺജങ്ഷൻ ഉപയോഗിച്ചു, അതുകൊണ്ട് എനിക്ക് ഫസ്റ്റ് റാങ്ക് കിട്ടി എന്നാണ്. അപ്പോൾ ഇങ്ങനെയാണ് കോർഡിനേറ്റിംഗ് കൺജങ്ഷൻസ് ഉപയോഗിച്ചുകൊണ്ട് സെന്റൻസുകളെ കണക്ട് ചെയ്യിക്കുന്ന രീതി. നമ്മൾ ഇപ്പോൾ കഴിഞ്ഞ 2 ക്ലാസ്സും ഇന്നത്തെ ഈ ക്ലാസ്സിലൂടെ 7ഓളം കോർഡിനേറ്റിംഗ് കൺജങ്ഷൻസ് നമ്മൾ പരിചയപ്പെട്ട് കഴിഞ്ഞു. അപ്പോൾ എൻ്റെ ഈ ക്ലാസ് നന്നായി കേൾക്കുകയും
നന്നായി പരിചയപ്പെടുകയും ചെയ്താൽ ഏതൊരു മത്സര പരീക്ഷകൾക്കും ഏതൊരു വിദ്യാർത്ഥിക്കും സ്കൂൾ ക്ലാസ്സിൽ പഠിക്കുന്നവരായാലും കോമ്പറ്റീറ്റീവ് പരീക്ഷകൾക്ക് പോകുന്നവർക്കായാലും ഉപയോഗപ്രദമാകും. എൻ്റെ ഇംഗ്ലീഷ് വിത്ത് എസ്.കെ എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കരുത്. എല്ലാവർക്കും ഒരിക്കൽ കൂടി താങ്ക്സ്, നന്ദി രേഖപ്പെടുത്തുന്നു.